കേരളത്തെ ഒന്നാകെ നടുക്കിയ വയനാട്ടിലെ ദുരന്തം ഉണ്ടായതെങ്ങനെ? ഏപ്രിലെ ഗൂഗിൾ എർത്ത് ദൃശ്യങ്ങൾ വെച്ച് ഒരു വിലയിരുത്തൽ. ഇതാണ് ചൂരൽമല. എസ് പോലെ കാണുന്നതായിരുന്നു പുഴയുടെ ഒഴുക്ക്. എന്നാൽ ഇപ്പോൾ ഈ എസ് പോയി പുഴ നേരെ ഒഴുകാൻ തുടങ്ങി. ഈ ഒലിച്ചുപോയ പാലമാണ് ബ്രിഡ്ജ് 860 മീറ്റർ എന്നുള്ളത്. അതിന്റെ വശത്തുള്ള ഗ്രൗണ്ട് സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. സ്കൂൾ കോമ്പൗണ്ട് ബാക്കി നിൽക്കുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ ഇത് ലയങ്ങളാണ്. ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റ് ആണ് കാണുന്നത്. അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ മുണ്ടക്കയിലെത്തും. 966 മീറ്റർ ആണ് ഇവിടെ ഉയരം. പുഴയോട് ചേർന്ന് ചെറിയൊരു താഴ്വരയിലാണ് മുണ്ടക്കൈയുടെ പ്രധാനപ്പെട്ട വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നതും റോഡ് പോകുന്നതും. അടുത്തൊരു പാലം വരുന്നുണ്ട്. ഈ പാലം സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെയും ഒരു ചെറിയ പാലമുണ്ടായിരുന്നു. ഈ പാലങ്ങളൊക്കെ പോയിട്ടുണ്ടാകണം. ഇതെല്ലാം മുണ്ടക്കൈയുടെ ഭാഗമാണ്. ഇവിടുത്തെ വീടുകളെല്ലാം പുഴയോട് ചേർന്ന് വരുന്ന വീടുകളാണ്. കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ വീട്ടിലേക്കെത്തും. ഇത് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യവാസമില്ല. ഇവിടുത്തെ ഉയരം 1054 മീറ്ററാണ്. ഇവിടെ പുഴയുടെ അടിയിൽ മണലല്ല ഉള്ളത്. സ്റ്റീപ്പായ മലയിടുക്കിൽ കൂടിയാണ് പുഴ വരുന്നത്. ഈ പുഴ ആരംഭിക്കുന്ന മലയുടെ മുകളിൽ ഉയരം 1980 മീറ്ററാണ്. 1980 മീറ്ററിൽ നിന്ന് തുടങ്ങുന്ന മലവെള്ളപ്പാച്ചിലാണ് താഴേക്ക് വരുന്നത്. ഈ കാണുന്ന ഭാഗമെല്ലാം പാറയാണ്. ഇതിനു മുൻപ് ഇവിടെ അപകടം സംഭവിച്ചതുപോലെയാണ് കാണുന്നത്. മണ്ണൊന്നും കാണാനില്ല. മലയിടുക്കിൽ മരങ്ങളുണ്ട്. എന്നാൽ മുകൾ ഭാഗത്തൊക്കെ പാറ തന്നെയാണ് കാണിക്കുന്നത്. 1980 മീറ്ററിൽ നിന്ന് ആദ്യത്തെ വീടെത്തുമ്പോൾ 980 മീറ്റർ ആകും. ഏകദേശം 1000 മീറ്റർ താഴ്ചയിലേക്ക് വരുന്നത് 2.5 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇത് വളരെ കുത്തനെയുള്ള ഒഴുക്കാണ്. ഇത്ര കുത്തനെയുള്ള ഒഴുക്കാണ് ദുരന്തവ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഒരു മനുഷ്യനിർമ്മിതിക്ക് താങ്ങാവുന്നതല്ല ഇത്രയും കുത്തനെ വരുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തുക എന്നത്. ഇതിൻ്റെ വശത്ത് കാണുന്നത് മുണ്ടക്കൈയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ ഗൂഗിൾ എർത്ത് ദൃശ്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്.